ഡെഫിനറ്റ്ലി നല്ല സിനിമയാണ്. അതില് ജയറാമുണ്ട്, മമ്മൂക്കയുണ്ട്, അത്രയും മിഥുൻ മാനുവൽ തോമസിന്റെ സിനിമ. അത് മലയാള സിനിമയാണ്. വരട്ടെ, മലയാള സിനിമയല്ലേ, ഞാൻ ഒന്നും പറയുന്നില്ല. ജനങ്ങൾ കാണണം. മലയാള സിനിമയാണ്, നല്ല സിനിമയാണ്. ഞാൻ ലോഞ്ച് ചെയ്ത സംവിധായകനെയാണ്, എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ. അതൊരു കാരണമല്ല, ഒരിക്കലുമല്ല. കൽബ് 3 സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റാണ് മലയാളം, അല്ലേ? എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ റിവ്യൂവേഴ്സ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് ഖൽബാണോ മറ്റു അന്യഭാഷാ സിനിമകളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? ഒബ്വിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ്. അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും. ആർക്ക്? തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും. കാണണ്ടെന്ന് വീണ്ടും പറയുന്നില്ല. ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും, നമ്മുടെ സിനിമയാണ്, നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ്. ഓക്കെ, പുതിയ ആൾക്കാർ വരട്ടെ, നല്ല സിനിമകൾ വരട്ടെ, അതിനൊരു സ്റ്റെപ്പ് എടുക്കുകയാണ് നമ്മൾ. ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അത് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം നേരത്തെ ചോദിച്ച പോലെ നമുക്കും ഒഴുക്കിന് അനുസരിച്ച് പോവാം. എന്തിനാ ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത്? ഞാനും പോയി ഏറ്റവും എളുപ്പമുള്ള പണിയാ. വെയിൽ കൊള്ളണ്ട, സ്ക്രിപ്റ്റ് നോക്കണ്ട, സെല്ലിംഗ് പ്രഷേഴ്സ് ഇല്ല, നേരെ പോവുക, മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക, എടുത്തോണ്ട് വരിക, ഇടുക. റിവ്യൂ പറയുകയോ പറയാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, റിസ്ക് ഇല്ലല്ലോ. നമുക്ക് OTT-യിൽ കൊടുക്കണ്ട, സാറ്റലൈറ്റിൽ കൊടുക്കണ്ട, ഒഴുക്കിന് ഇപ്പം ഇവിടെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക, മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്നറിയാവും. ഒരു 60-70 മലയാളം പടം ഇറങ്ങും, ഓൾ സ്റ്റാർ കാസ്റ്റ് ഉള്ളത്, അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങും. ബാക്കി തമിഴ്, തെലുങ്ക്, ഹിന്ദിയും കളിച്ചു പോവാം. പഴയ പോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് ഫിലിംസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ചു നല്ല സിനിമകൾ ഇല്ലാണ്ടാവും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്.